ഹലോ ഫ്രണ്ട്സ്, കൊളറാഡോ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ്. ഇന്ന് സെക്കൻഡ് ഡേയിൽ നമ്മൾ പോകുന്നത് ആർച്ചേഴ്സിലേക്കാണ് പോകുന്നത്. യൂട്ടയിലെ ആർച്ചേഴ്സിലേക്കാണ്. അപ്പോൾ യൂട്ടയിലെ ആർച്ചേഴ്സിലേക്ക് പോകാനായിട്ട് നമ്മൾ റിസർവേഷൻ എടുക്കണം. നമ്മൾ ഇവരുടെ വെബ്സൈറ്റിൽ കയറി നമ്മൾ റിസർവ് ചെയ്തിട്ടുണ്ട്. $2 ഉള്ളൂ. പക്ഷേ എന്നാൽ റിസർവ് ചെയ്താൽ മാത്രമേ നമുക്ക് അകത്തേക്ക് കയറാനായിട്ട് പറ്റുള്ളൂ. വരുന്ന വഴിക്ക് ഒരുപാട് കാനിയോൺസ് കാണാൻ പറ്റും, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റും. നമ്മൾ കൊളറാഡോയിൽ നിന്നാണ് യൂട്ടയിലേക്ക് വരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ക്ലൈമറ്റ് മുഴുവൻ നല്ല തണുപ്പാണ്. മാത്രമല്ല ഇപ്പോൾ കുറച്ച് നല്ല ക്രൗഡുണ്ട് ഇവിടെ. നമ്മൾ റിസർവ് ചെയ്തിട്ടാണ് വരുന്നതെങ്കിലും കുറച്ച് ക്രൗഡുണ്ട്. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ആർച്ചേഴ്സ് ആണ്. വെൽക്കം ടു ടെക്കി ലൈഫ് മീഡിയ. അമേരിക്കയിലെ സ്റ്റേറ്റുകളായ ന്യൂ മെക്സിക്കോ, കൊളറാഡോ, അരിസോണ, നവേഡ അതിനൊക്കെ ഇടയ്ക്ക് വരുന്ന ഒരു സ്റ്റേറ്റാണ് യൂട്ട എന്ന് പറയുന്നത്. ഈ യൂട്ടയിലാണ് ആർച്ചേഴ്സ് നാഷണൽ പാർക്കുള്ളത്. ഈ ആർച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമാനങ്ങൾ തന്നെയാണ്. ചെറുതും വലുതുമായിട്ടുള്ള 2000-ഓളം പ്രകൃതിയാലുണ്ടായ കമാനങ്ങളിലൂടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമ്മളങ്ങനെ ആർച്ചേഴ്സിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ആർച്ചേഴ്സ് ഉണ്ട്. നമ്മളപ്പോൾ ഒരു ആർച്ചർ ഫോക്കസ് ചെയ്താണ് പോയിരിക്കുന്നത്. എന്നാൽ ഇവിടെ നല്ല തണുപ്പുണ്ട്. നമ്മൾ ന്യൂ മെക്സിക്കോയിൽ ശരിക്കും ചൂടാണ് ഉള്ളത്. ഇവിടെയാണെങ്കിൽ ഇവിടെ കൊളറാഡോയിലും അതുപോലെ യൂട്ടയിലൊക്കെ നല്ല തണുപ്പാണുള്ളത്. മാത്രമല്ല ഈ ഒരു സമയത്ത് നല്ല കാലാവസ്ഥയിൽ, ഈ കാലാവസ്ഥയിൽ നല്ല തണുപ്പ് തന്നെയാണ്. അതുകൊണ്ട് ഇതേ പിള്ളേരെല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്. കണ്ടില്ലേ, അവർ ജാക്കറ്റൊക്കെ ഇട്ട് വരുന്നുണ്ട്. ഇതാ കാണുന്ന ആർച്ചേഴ്സിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് നടക്കാനുള്ള ഇതുണ്ട്. അതുപോലെ പക്ഷേ ഇങ്ങോട്ടേക്ക് നമുക്ക് കുട്ടികളുടെ സ്ട്രോളറൊന്നും എടുക്കാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പടവുകളുള്ളതുകൊണ്ട് നമുക്ക് സ്ട്രോളറൊന്നും എടുക്കാൻ പറ്റത്തില്ല. ചുറ്റിനും ഇതുപോലത്തെ ഉള്ള ഏരിയകളാണ്. കണ്ടില്ലേ, ആയിരക്കണക്കിന് വർഷങ്ങളായി നേറ്റീവ് അമേരിക്കൻസ് ഇവിടെ താമസിച്ചിരുന്നു എന്ന് ചരിത്രം പറയുന്നു. ആർച്ചേഴ്സ് ആളുകൾ, പബ്ലോ, ഫ്രീമൗണ്ട്, യൂട്ട ആളുകൾ ഭക്ഷണത്തിനായി വന്യമൃഗങ്ങളെയും അതുപോലെ ചെടികളെയൊക്കെ തിരഞ്ഞുകൊണ്ട് ഈ ഭൂമിയിലൂടെ, ഈ മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിഞ്ഞു. അവരുടെ പിക്ടോഗ്രാഫുകൾ ഇപ്പോഴും ഇവിടെ അവശേഷിക്കുന്നുണ്ട്. 100 ദശലക്ഷം വർഷങ്ങൾക്ക് മുന്നേ വെള്ളവും മഞ്ഞും തീവ്രമായ താപനിലയും അതുപോലെ ഭൂമിക്കടിയിലുള്ള ഉപ്പിൻ്റെ ചലനം എന്നിവയാണ് ഒക്കെ കൊണ്ടാണ് ഇപ്പോൾ കാണുന്ന ഈ ആർച്ചേഴ്സിൻ്റെ രൂപഭംഗി ഉണ്ടായിരിക്കുന്നത്. ഈ നാഷണൽ പാർക്കിൽ ഏകദേശം 2000-ഓളം ആർച്ചേഴ്സുകളെ കാറ്റലോഗ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും ചെറുതായി കണക്ക് കൂട്ടുന്നത് 3 അടി നീളമുണ്ട്. അതായത് ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് അളവെടുക്കുമ്പോൾ 3 അടി വരെ ഉള്ളതിനാണ് ഏറ്റവും ചെറിയ ആർച്ചറായിട്ട് കണക്ക് കൂട്ടുന്നത്. അങ്ങനെ 2000-ലധികം ആർച്ചേഴ്സുകളാണ് ഇവിടെ ഉള്ളത്. ഫോട്ടോഗ്രാഫേഴ്സാണ് ഇവിടെ വരുന്നതെങ്കിൽ അവർക്കൊരു ഗോൾഡൻ ഹവേഴ്സ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യോദയത്തിന് ശേഷവും അതുപോലെ സൂര്യാസ്തമയത്തിന് തൊട്ടു മുന്നേയും ആ സമയത്ത് വരുന്ന ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വ്യത്യസ്തമായൊരു ലൈറ്റാണ്. ഈ പ്രകാശത്തിൽ ഈ ആർച്ചേഴ്സിൻ്റെ ടെക്സ്ചേഴ്സ് കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. അപ്പോൾ ഗോൾഡൻ അവേഴ്സിൽ വന്ന് തന്നെ വേണം നമുക്കിവിടുത്തെ പിക്ചേഴ്സ് എടുക്കാനായിട്ട് ഫോട്ടോഗ്രാഫേഴ്സിന്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഇവിടെ കാണാനായിട്ട്. എങ്ങനെയുണ്ട് കുഞ്ഞാ, എങ്ങനെയുണ്ടായിരുന്നു? എന്തായിരുന്നു കണ്ടത് വെച്ച്? അയ്യോടാ, ആർച്ചർ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നോ? സൂപ്പറായിരുന്നു അല്ലേ? നമ്മൾ മൊണ്യൂമെൻറ്റ് വാലിയിലേക്ക് പോകുന്ന വഴിക്കാണ് നമ്മുടെ മെക്സിക്കൻ ഒരു ഹാറ്റ് എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഹാറ്റ് പോലെ ഇരിക്കുന്നൊരു സംഭവം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് കണ്ടില്ലേ, ആ കാണുന്നതാണ് സംഭവം. എന്തോ നമുക്ക് ഒരു ഹാറ്റ് പോലെ ഇരിക്കുന്നൊരു ലുക്ക് ഉണ്ടാവും. അതിനാണ് മെക്സിക്കൻ ഹാറ്റ് എന്ന് വിളിക്കുന്നത്. നമ്മൾ മൊണ്യൂമെൻറ്റ് വാലിയിലേക്ക് പോകുന്ന അതേ വഴിയിലാണ് ഇതുള്ളത്. നമ്മളിപ്പോൾ ഒന്ന് ഓഫ് റോഡ് റൈഡ് ചെയ്യാൻ പോവുകയാണ്. മൊണ്യൂമെൻറ്റ് വാലിയിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ ഈ മെക്സിക്കൻ ഹാറ്റിനടുത്ത് വന്ന് നമ്മൾ ഓഫ് റോഡിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഓഫ് റോഡിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ സുബറൂവിലെ ഒരു ഫീച്ചർ ഉണ്ട്. നമ്മൾ ഓഫ് റോഡിനും അതുപോലെ തന്നെ നമ്മൾ സ്നോയിലേക്ക് കയറാൻ നേരത്തെ ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. എക്സ് മോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ എക്സ് മോഡ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. കണ്ടോ, ഈ കാണാൻ എക്സ് മോഡ് കണ്ടോ, കാണിച്ചിരുന്നുണ്ടോ? ഈ എക്സ് മോഡ് നമ്മൾ ഓൺ ആക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്.
കാണുന്നതാണ് ഹൈവേ 163 എന്ന് പറയുന്നത്. ഈ ഒരു ഹൈവേ ഭയങ്കര ഫേമസ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെച്ചിട്ടാണ് ഫോറസ്റ്റ് ഗംപ് എന്ന് പറഞ്ഞ ഒരു മൂവി ഷൂട്ട് ചെയ്തത്. ഈ മൂവി കണ്ടവർക്ക് അറിയായിരിക്കും ഈ ബാക്ക് ഡ്രോപ്പൊക്കെ എത്രമാത്രം ഭംഗിയാണെന്ന്. മാത്രമല്ല എല്ലാവരും മത്സരിക്കുകയാണ് ഈ ഒരു വ്യൂവിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനായിട്ട്. അതുകൊണ്ട് ഈ മൊണ്യൂമെൻറ്റ് വാലിയിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഫോറസ്റ്റ് ഗംപ് വ്യൂ പോയിൻ്റ് കയറാതെ ആരും പോകാറില്ല. നമ്മൾ മോണ്യൂമെൻറ്റ് വാലിയിൽ എത്തിയിരിക്കുകയാണ്. ഈ മോണ്യൂമെൻറ്റ് വാലിയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു ടിക്കറ്റ്സ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടിക്കറ്റ്സ് അവിടെ കാണിക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റ്സ് എടുക്കാതെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരാൾക്ക് വേറെ അഡൽറ്റിന് $8 വെച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ മോണ്യൂമെൻറ്റ് വാലിയിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഡ്രൈവ് ചെയ്ത് തന്നെ ഓരോരോ ലൊക്കേഷനായിട്ട് പോകാനായിട്ട് സാധിക്കും. ഇവിടുന്ന് ഞാൻ കാണാവുന്ന ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ വ്യൂ. അമേരിക്കയിലെ സ്റ്റേറ്റുകളായ അരിസോണ, യൂട്ട എന്നിവയുടെ ബോർഡറിലാണ് ഈ മൊണ്യൂമെൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് ഹോളിവുഡ് മൂവീസിലും അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റിലും മ്യൂസിക് വീഡിയോസിലൊക്കെ ഈ ലാൻഡ്സ്കേപ്പുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ കാണുന്നത് മൊണ്യൂമെൻറ്റ് വാലിയുടെ ഇൻഫർമേഷൻ സെൻ്ററാണ്. ഈ ഇൻഫർമേഷൻ സെൻറ്ററിനോട് ചേർന്ന് തന്നെ നമുക്ക് ഒരു ഷോപ്പ് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് കരകൗശല വസ്തുക്കൾ അവിടെയുണ്ട്. ഇവിടുത്തെ നേറ്റീവ് അമേരിക്കൻസ് ഉണ്ടാക്കിയ കളിമൺ പാത്രങ്ങൾ, അതിനകത്തെ ശില്പങ്ങളൊക്കെ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ജുവല്ലറികൾ, പാവകൾ. എനിക്ക് അതിനകത്ത് ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഈ ഒരു പാവയാണ് കേട്ടോ. ഈ പാവയെന്ന് വെച്ച് കഴിഞ്ഞാൽ തൂവൽ കൊണ്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്തൊരു പ്രത്യേക തരത്തിലുള്ള ഷേപ്പിലാണ് ഈ ഒരു പാവകളുള്ളത്. എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ പഴയകാല ആദിവാസികളുടെയൊക്കെ രൂപങ്ങളും അങ്ങനെയുള്ളൊക്കെ കാര്യങ്ങളാവാം. പിന്നെ ഈ കാണുന്ന ഈ കല്ലുകൾ ശരിക്കും നല്ല കൂർത്ത മുനയുള്ള കല്ലുകളാണ്. ഇത് ഏകദേശം $7 ഇതിൻ്റെ വിലയൊക്കെ വരുന്നത്. ഇനി നമ്മൾ മൊണ്യൂമെൻറ്റ് വാലി ട്രൈബൽ പാർക്കിലൂടെ ഏകദേശം 17 മൈൽസുള്ള സീനിക് ഡ്രൈവിലേക്കാണ് പോകുന്നത്. ഇതിനെ ലൂപ്പ് ഡ്രൈവ് എന്നും പറയും. ഒന്നില്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഡ്രൈവ് ചെയ്ത് പോകാം, അല്ലെങ്കിൽ ലോക്കൽ നവാജോ ഗൈഡുണ്ട്, അവരുടെ കൂടെ പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഹിസ്റ്ററിയും ഇവിടുത്തെ കൾച്ചറും ഒക്കെ നമുക്ക് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഈ മൊണ്യൂമെൻറ്റ് വാലി ശരിക്കും നവഹോ നേഷൻ്റെ ഭാഗമായിരുന്നു. ഈ നവഹോ നേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നേറ്റീവ് ട്രൈബൽ അമേരിക്കൻസ് തന്നെയാണ്. അവർ വിശ്വസിച്ചിരുന്നത് ഇതെല്ലാം ഗോഡ് നിർമ്മിച്ചതാണെന്നും അതുപോലെ തന്നെ ഇതെല്ലാം ഇവരുടെ സ്പിരിച്വലിൻ്റെ ഭാഗവുമായിരുന്നു. നമ്മൾ മൊണ്യൂമെൻറ്റ് വാലിയുടെ അങ്ങ് എൻഡിലെത്തിയിരിക്കുവാണ്. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടോ? യെസ്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടില്ലേ, നമുക്ക് അങ്ങ് അകലെയുള്ള വ്യൂ പോയിൻ്റ്. ഇതാണ് മൊണ്യൂമെൻറ്റ് വാലിയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. കണ്ടില്ലേ? ഇതോടുകൂടി ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു എപ്പിസോഡുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. ദിസ് ഈസ് അരുൺ കൃഷ്ണൻ സൈനിങ് ഓഫ് ടെക് ലൈഫ് മീഡിയ.